ഹായ് ഓൾ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് TDSഉം GSTയും ഒരേപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് ടാലിയിൽ റെക്കോർഡ് ചെയ്യുന്നതെന്നാണ്. TDS ആപ്ലിക്കബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. എന്നാൽ TDSഉം GSTയും ഒരേപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് നമ്മൾ പേ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ടാലിയിൽ റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ കമ്പനി തന്നെയാണ്, TDS എന്ന കമ്പനി തന്നെയാണ്, അതിനകത്ത് മാറ്റം വരുത്തിയിട്ടില്ല. ആ കമ്പനിയിൽ തന്നെയാണ് നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ കഴിഞ്ഞ കമ്പനിയിൽ TDS എന്ന കമ്പനിയിൽ GST നമ്മൾ ആപ്ലിക്കബിൾ ആക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് GST ആപ്ലിക്കബിൾ ആക്കണം. ഇവിടുന്ന് F11 കീ പ്രസ് ചെയ്യുകയാണ്. ഇവിടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST സെലക്ട് ചെയ്ത് Y കീ പ്രസ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ GST ഡീറ്റെയിൽസ് എന്ന സ്ക്രീനിലോട്ട് ഡയറക്റ്റ് ചെയ്യപ്പെട്ടു. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് കൊടുക്കാം. ഇതിൽ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് എനേബിൾ GST ക്ലാസിഫിക്കേഷൻ എസ് ആണെന്ന് ഉറപ്പുവരുത്തുക. അത് എസ് തന്നെ കൊടുക്കണം. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. Ctrl+7 സേവ് ചെയ്യും. ഇതിനുശേഷം ഇതും Ctrl+7 സേവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ GST ആപ്ലിക്കബിൾ ആക്കിയിട്ടുണ്ട് ഈ ഒരു കമ്പനി. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത കമ്പനി തന്നെ ആയതുകൊണ്ടാണ് അതിനകത്ത് GST ആപ്ലിക്കബിൾ അല്ലായിരുന്നു, അത് ആപ്ലിക്കബിൾ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് അല്ലെങ്കിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഇതിൽ രണ്ട് കമ്പനി, ഇത് വേറെ കമ്പനിയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ കമ്പനി ക്രിയേറ്റ് ചെയ്ത് തന്നെ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇവിടെ റെന്റ് പേ ചെയ്തിട്ടുണ്ട് അവർ 1,20,000 രൂപ റെന്റ്, അതിന്റെ GST എമൗണ്ട് ഉൾപ്പെടെ 1,41,600 രൂപയാണ് പേ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ട്രാൻസാക്ഷനിലാണ് നമ്മൾ GSTയും TDSഉം ഒരേപോലെ റെക്കോർഡ് ചെയ്യേണ്ടത്. നമ്മുടെ സ്ഥാപനം TDS പിടിക്കേണ്ട സ്ഥാപനമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു മാസം കൊടുത്തിരിക്കുന്ന എമൗണ്ട് ആണ് റെന്റ്, 1,20,000 രൂപ. അപ്പോൾ വലിയ എമൗണ്ട് ആണ് അത് കൊടുത്തിരിക്കുന്നത്. 1,20,000 ഒരു മാസത്തെ റെന്റ് ആണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. വൗച്ചേഴ്സ് എടുക്കുന്നു. സാധാരണ പേയ്മെന്റ് വൗച്ചറിലാണ് ഇതേപോലുള്ള റെന്റിന്റെ ഒക്കെ പേയ്മെന്റ് ചെയ്യാറുള്ളത്. എന്നാൽ ഇത് GST ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പേയ്മെന്റ് ആയതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ പർച്ചേസ് വൗച്ചറിലാണ് ഇത് ചെയ്യുന്നത്. F9 കീ പ്രസ് ചെയ്യുകയാണ്. എന്നാൽ ഇത് ഈ ഒരു മോഡലല്ല ചെയ്യേണ്ടത്, അക്കൗണ്ടിങ് വൗച്ചർ മോഡലാണ് ചെയ്യേണ്ടത്. ഇതിന് മുമ്പുള്ളൊരു ക്ലാസ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഈ മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചേഞ്ച് മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ കൺട്രോൾ കീയും H കീയും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ചേഞ്ച് മോഡ് എന്ന ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുകയാണ്. അതിനകത്ത് അക്കൗണ്ടിങ് ഇൻവോയ്സ് സെലക്ട് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. പാർട്ടീസ് നെയിം ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ലാൻഡ് ലോഡിനെയാണ്. ഇത് ആദ്യം നമ്മൾ ഇത് പറഞ്ഞ പോലെ ടാക്സിന്റെ കാൽക്കുലേഷൻ ഉള്ളതുകൊണ്ട് ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്യാം. ലാൻഡ് ലോഡിനാണ് റെന്റ് കൊടുക്കേണ്ടത്. അദ്ദേഹത്തിന്റെ പേര് സെലക്ട് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. Ctrl+7 ചെയ്യുകയാണ്. ആദ്യത്തെ ലെഡ്ജർ റെന്റ് ഓൺ ബില്ലിംഗ് ആണ്. നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. റെന്റ് ഓൺ ബില്ലിംഗ് സെലക്ട് ചെയ്യുന്നു. എന്നാൽ ഇതിൽ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് നമ്മൾ GST ആപ്ലിക്കബിൾ ആക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ ചെയ്യുമ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ആപ്ലിക്കബിൾ ആക്കണം. ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇതിനെ സെലക്ട് ചെയ്ത് നിർത്തിക്കൊണ്ട് കൺട്രോൾ കീയും എൻ്റർ കീയും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്യുകയാണ്. അപ്പം ഇതിന്റെ എഡിറ്റ് ഓപ്ഷൻ വന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇതിന്റെ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസിനകത്ത് GST ആപ്ലിക്കബിൾ സ്പേസ് ബാർ അടിച്ചിട്ട് ആപ്ലിക്കബിൾ ആക്കി കൊടുക്കണം. എൻ്റർ കീ പ്രസ് ചെയ്യുകയാണ്. സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസ് എസ് കൊടുക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. അതിന്റെ അൺഡിഫൈൻഡ് HSN കോഡൊക്കെ ഇവിടെ കൊടുക്കാം. ഇവിടെ തന്നിട്ടുണ്ട് HSN കോഡൊക്കെ. ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ വേണേൽ കൊടുക്കാം നമുക്ക്. ഓക്കെ, പർച്ചേസ് ടാക്സബിൾ കൊടുക്കുകയാണ്. പർച്ചേസ് ടാക്സബിൾ. ഓക്കെ, ഇതിന്റെ ടോട്ടൽ ടാക്സ് റേറ്റ് ആയിട്ട് തന്നിരിക്കുന്നത് 9%, 9%. അപ്പൊ ടോട്ടൽ 18% ആണ് ടാക്സ്. ടോട്ടൽ ടാക്സ് 18%, സെൻട്രൽ ടാക്സ് 9%, സ്റ്റേറ്റ് ടാക്സ് 9%. അപ്പൊ ടോട്ടൽ ടാക്സ് 18% ആണ്. അപ്പൊ ഇവിടെ 18 കൊടുക്കുകയാണ്. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ സർവീസിനാണ് നമ്മൾ ഇത് പേ ചെയ്യുന്നത്. ഓക്കെ, TDSഉം ആപ്ലിക്കബിൾ ആണ് ഈ ഒരു ട്രാൻസാക്ഷനകത്ത്. ഓക്കെ, സേവ് ചെയ്യും. ടോട്ടൽ എമൗണ്ട് ആയിട്ട് തന്നിരിക്കുന്നത് 1,20,000 rupees ആണ് അല്ലെ. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ടത് ടാക്സ് ലെഡ്ജേഴ്സ് ആണ്. അപ്പൊ ഇത് ഒരു ഇൻട്രാ സ്റ്റേറ്റ്, അതായത് ഒരു സംസ്ഥാനത്തിനുള്ളിൽ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആയിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യമായ ടാക്സ് ലെഡ്ജേഴ്സ്, ഇതൊരു പർച്ചേസ് ആണ്, ഇതൊരു പേയ്മെന്റ് ആയതുകൊണ്ട് ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും ആണ്. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ ഇൻപുട്ടും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ ഇൻപുട്ടും. അങ്ങനെ രണ്ട് ലെഡ്ജർ അക്കൗണ്ട് ആണ് നമ്മൾ ഇവിടെ ടാക്സിന്റെ ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ Alt+C ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ ഇൻപുട്ട് CGST. ഓക്കെ, നമ്മൾ പേ ചെയ്യുന്ന ടാക്സ് എമൗണ്ട് ആണ് ഇത്. ഇത് പേയ്മെന്റ് നടക്കുമ്പോൾ നമ്മൾ പേ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇത് ഇൻപുട്ട് CGST ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. GST സെലക്ട് ചെയ്യുക. സെൻട്രൽ ടാക്സ് ആണ്. ഓക്കെ, സേവ് ചെയ്യാം. ഓക്കെ, അവിടെ 10,800 രൂപ ഓട്ടോമാറ്റിക്കലായിട്ട് കാൽക്കുലേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ആ ബില്ലിലും ആ എമൗണ്ട് തന്നെ 10,800 ആണ് അത് അതേപോലെ വന്നിട്ടുണ്ട്. എൻ്റർ കീ പ്രസ് ചെയ്യണം. അടുത്തത് Alt+C പറഞ്ഞ അടുത്ത ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാണ്. ഇൻപുട്ട് SGST ആണ്. ദെൻ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. GST സെലക്ട് ചെയ്യുക.
അതിൽ സ്റ്റേറ്റ് ടാക്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. സേവ് ചെയ്യണം. അതും 10,800 രൂപ ആയിട്ടുണ്ട്. അപ്പം മൊത്തം 1,41,600 രൂപ എമൗണ്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെ പ്രസ് ചെയ്യാം. അടുത്തായി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം. അതാണ് നമ്മൾ അടുത്തായി ചെയ്യേണ്ടത്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ പ്രസ് ചെയ്യുന്നു. ഇതിനുശേഷം നമ്മൾ TDS പേയബിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യണം. TDS പേയബിൾ അക്കൗണ്ട് ഇതിനു മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഒക്കെ കൊടുത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ TDS പേയബിൾ ഞാൻ സെലക്ട് ചെയ്യുന്നു, എന്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 24,000 ഓട്ടോമാറ്റിക് ആയിട്ട് ഡിഡക്ട് ആയിട്ട് മൈനസ് ആണ് എടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടെന്നാൽ നമ്മൾ 20% ആണ് ഇവിടെ പാൻ കാർഡ് ഇല്ലാതാണ് ഈ ലാൻഡ് ലോഡിന്റെ കേസ് കൊടുത്തിരുന്നത്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നതാണ്. അതുകൊണ്ടാണ് 24,000 രൂപ ഡിഡക്ട് ആയി. 1,20,000ന്റെ 20% ആണ് 24,000 രൂപ. അത് ഡിഡക്ട് ആയിട്ട് 1,17,000 രൂപ മാത്രമാണ് ലാൻഡ് ലോണിന് ഈ ഒരു കേസിൽ നമ്മൾ പേ ചെയ്യേണ്ടത്. അതായത് GST എമൗണ്ട് ആദ്യം ആഡ് ചെയ്തു, അതിനുശേഷം TDS നമ്മൾ ഡിഡക്ട് ചെയ്തതിനു ശേഷമുള്ള എമൗണ്ട് ആണ് അദ്ദേഹത്തിന് പേ ചെയ്യേണ്ടത്. 1,17,600 രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. എന്തൊക്കെ പ്രസ് ചെയ്യുന്നു, ഓൺ അക്കൗണ്ട് കൊടുക്കുന്നു. ഓൺ അക്കൗണ്ട് സേവ് ചെയ്യുന്നു. എസ്കേപ്പ് കീ പ്രസ് ചെയ്ത് ബാക്കിലോട്ട് വരികയാണ്. നമുക്ക് റിപ്പോർട്ട്സ് നോക്കാം. ഇവിടെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് ഉണ്ട്. അതിൽ TDS റിപ്പോർട്ട്സ് എടുക്കുകയാണ്. TDS ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടോ നോക്കാം. ഉണ്ട്. 24,000 രൂപ TDS നമ്മൾ ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട്. എസ്കേപ്പ് കീ പ്രസ് ചെയ്ത് ബാക്കിലോട്ട് വരികയാണ്. ബാലൻസ് ഷീറ്റ് എടുക്കുകയാണ്. ഇവിടെ എൻ്റെ പ്രസ് ചെയ്യുന്നു. അതിനകത്ത് ഓൾട്ട് പ്ലസ് FN പറയുന്നു. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് നോക്കുകയാണ്. അതിനകത്ത് ഇവിടെ കസ്റ്റമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് കൂടുതൽ 24,000 നമ്മൾ TDS ആയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ CGST IGST ആയിട്ട് പേ ചെയ്തിരിക്കുന്നത് 21,600 ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് TDSഉം GSTയും ഉൾപ്പെടുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ ടാലിയിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ഈ പറയുന്ന ക്വസ്റ്റ്യൻ പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് തന്നെ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.